തൃശൂർ ചന്ദ്രാപിന്നിയിൽ ജിപ്സി കാർ ഡ്രിഫ്റ്റ് ചെയ്യുന്നതിനിടെ 14 വയസ്സുകാരന് ദാരുണാന്ത്യം. ബീച്ചിൽ കളിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് സിനാനാണ് മരിച്ചത്. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി ഷജീറാണ് സാഹസിക ഡ്രിഫ്റ്റിംഗ് നടത്തിയത്. ഡ്രിഫ്റ്റിംഗ് നടത്തുന്നതിനിടെ വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഷജീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്, അതുപോലെ തന്നെ അപകടകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ അപകടം? അവിടെ എന്താണ് കൃത്യമായി സംഭവിച്ചത്? ഇന്നലെ രാത്രി ആയിരുന്നു സംഭവം. വൈകിട്ട് 6 മണിയോടെയാണ് ചാമക്കാല രാജീവ് റോഡ് ബീച്ചിൽ വെച്ച് സാഹസിക ഡ്രിഫ്റ്റിംഗ് നടന്നത്. ഇതിന് ഇടയിൽ അറപ്പപ്പൊഴിയുടെ സമീപിച്ച് വെച്ച് നിയന്ത്രണം വിട്ട് മറിഞ്ഞ ജിപ്സി വാഹനത്തിന്റെ പുറകിലുണ്ടായിരുന്ന ചാമക്കാല സ്വദേശി മുഹമ്മദ് സിനാൻ 14 വയസ്സുകാരനാണ്. കുട്ടി വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് മരിച്ചത്. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി ഷജീർ എന്നയാളാണ് ഡ്രിഫ്റ്റിംഗ് നടത്തിയിരുന്നത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതി യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ ഡ്രിഫ്റ്റിംഗ് നടത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഡ്രിഫ്റ്റിംഗ് നടത്തുന്ന സമയത്ത് അവിടെ എത്തിയ കുട്ടികൾ ഇത് പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ഇയാൾ കുട്ടികളെ വാഹനത്തിൽ കയറ്റുകയുമായിരുന്നു. ജിപ്സി വാഹനമായിരുന്നു. മുഹമ്മദ് സിനാനൊപ്പം ഷഫീർ, അതുപോലെ തന്നെ അമീർ എന്നീ കുട്ടികൾ കൂടി വാഹനത്തിന് പുറകിൽ കയറിയിരുന്നു. വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഗുരുതര പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്തായാലും കുറ്റകരമായ നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാളിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പോലീസ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. സമയത്ത് അവിടെ ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടായിരുന്നില്ലേ നടരാജ്? ബീച്ചിൽ സാധാരണ ഉണ്ടാവാറുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു റൂറൽ പരിധിയിലുള്ള ഒരു സാധാരണ നാട്ടിൻപുറത്തൊരു ബീച്ചാണ്. സാധാരണ മറ്റ് സ്ഥലങ്ങളിൽ കാണാവുന്നത് പോലുള്ള ഒരു കടുത്ത നിയന്ത്രണങ്ങളോ നടപടികളോ ഉള്ളൊരു സ്ഥലമല്ല ഇത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇടപെടലൊന്നും തന്നെ ഈ സ്ഥലത്ത് ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ യാതൊരു സുരക്ഷയുമില്ലാതെ ഒരു ഡ്രിഫ്റ്റിംഗ് നടത്തിയതിൽ കുട്ടികൾ കൂടി എത്തിയപ്പോൾ അപകടം നടക്കുകയായിരുന്നു. എന്തായാലും ഈ പറയുന്ന ഷജീർ എന്നയാൾ പല കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധികളിലും അതുപോലെ തന്നെ മറ്റ് ചില പോലീസ് സ്റ്റേഷൻ പരിധികളിലൊക്കെ തന്നെ ലഹരി കേസ് ഉൾപ്പെടെ പല കേസുകളിലും ഇയാൾ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിപ്പോൾ ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. കൂടുതൽ ആളുകൾക്കൊന്നും പരിക്കുകളൊന്നും ഇല്ലല്ലോ അല്ലേ? മറ്റ് കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് വലിയ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട കുട്ടി ഗുരുതര പരിക്കുകളോടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയായിരുന്നു. തലയ്ക്ക് ഏറ്റ ഗുരുതര പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഇവരൊക്കെ തന്നെ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ഇയാൾക്കെതിരെ ഇപ്പോൾ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് നടരാജ്? അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതും കുറ്റകരമായ രീതിയിൽ ഇത്തരത്തിൽ അപകടം നയിച്ചതും ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇയാൾ കയ്പമംഗലം അന്തിക്കാട് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലായി മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനം ഓടിച്ചതിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കാനിടയായ കേസിലും അതുപോലെ തന്നെ ഒരു വധശ്രമ കേസിലും 3 തട്ടിപ്പ് കേസിലും 4 അടിപിടി കേസിലും ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച ഒരു കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത ഒരു കേസിലും അടക്കം 11 ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും പോലീസ് ഇയാളെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. പക്ഷേ ഇത്തരത്തിൽ അലക്ഷ്യമായി വാഹനം ഓടിച്ചിട്ട് ഗുരുതര അപകടമുണ്ടാക്കിയതും അതൊരു കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതുമാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നടരാജി പറഞ്ഞതുപോലെ അധികം തിരക്കില്ലാത്ത ബീച്ചാണ് എന്നൊക്കെ പറയുമ്പോഴും അതൊരിക്കലും ഒരു ന്യായീകരണമാകുന്നില്ല. ഇത്തരത്തിൽ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അപകടം കൂടി സംഭവിച്ച സ്ഥിതിക്ക്, ഒരു കുട്ടിക്ക് ജീവൻ കൂടി നഷ്ടമായ സ്ഥിതിക്ക് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കോ മറ്റോ കടക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ശരിയാണ്. സാധാരണ ഇത്തരം സ്ഥലങ്ങളിൽ വൈകിട്ട് പ്രത്യേകിച്ച് 6 മണി സമയങ്ങളൊക്കെ തന്നെ ഒരു സെക്യൂരിറ്റിയും മറ്റും ഉണ്ടാവേണ്ടതാണ്. ഈ സ്ഥലത്തും സെക്യൂരിറ്റികൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപകടം അപ്രതീക്ഷിതമായി നടന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വളരെ ദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായത്. ജിപ്സി ജീപ്പ് മറിഞ്ഞതിനെ തുടർന്ന് കുട്ടിക്ക് പരിക്കേൽക്കുകയുമായിരുന്നു. അവിടെ ജീവനക്കാരുണ്ടായിരുന്നെങ്കിലും ഇത് തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. തീർച്ചയായും ഒരു ശ്രദ്ധിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല നടക്കുമായിരുന്നു. പക്ഷേ വളരെ ദാരുണമായ ഒരു അപകടത്തിൽ കുട്ടിയുടെ ജീവൻ പൊലിയുകയായിരുന്നു.